السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിനെ പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ ഖുർആൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിന്റെ പ്രഥമ ലക്ഷ്യവും അതാണ്. അടിമക്ക് ഉടമയെ പഠിപ്പിക്കുക, അബ്ദിന് റബ്ബിനെ പഠിപ്പിക്കുക. ഒരു മനുഷ്യന്റെ പ്രാഥമികമായ അറിവും അത് തന്നെയാണ് വേണ്ടത്. അള്ളാഹുവിനെ പഠിക്കുക. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദമായി കൊണ്ട് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ സന്ദർഭത്തിലും ഉടമസ്ഥനായ അള്ളാഹു ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മളത് പറഞ്ഞു, അല്ലെ? നഷ്ടപ്പെട്ട നഷ്ടങ്ങൾ ഒരുപാട് ആ പ്രവാചകൻ അനുഭവിച്ചു. അവസാനം അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഖാല ഇന്നി അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ പരാതികളും എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്റെ റബ്ബിന്റെ മുന്നിലാണ്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹു, അല്ലെ? അപ്പൊ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ എല്ലാം അള്ളാഹു വിശദമായിട്ട് ഒരു മനുഷ്യൻ കേൾക്കുമ്പോൾ അവന് വല്ലാത്ത പ്രയാസം തോന്നുന്ന ഒരു പ്രവാചകന്റെ ജീവിതത്തിന്റെ നിർണായകമായ അവസ്ഥകളെ ഒപ്പിയെടുത്ത് അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവാണ് ഇത് നടത്തിയത്, അള്ളാഹുവാണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയത്. അള്ളാഹു ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലെ രാജാവാക്കാനും മന്ത്രിയാക്കാനും അവസാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനും അള്ളാഹു എങ്ങനെയാണ് റൂട്ട് സ്വീകരിച്ചത് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുത്താൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഘട്ടങ്ങൾ, ജീവിച്ചു തുടങ്ങിയത് മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും പലതരത്തിലുള്ള സങ്കീർണമായ അവസ്ഥകളും തരണം ചെയ്ത് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചവന്റെ ജീവിതത്തിൽ അവൻ എല്ലാം മറന്ന് അവൻ ഒന്നുകിൽ അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവൻ തിന്മയിലും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തെ രക്ഷപ്പെടുത്തണം എന്ന രൂപത്തിൽ ഹറാമുകളിലും ആ രൂപത്തിലും അവന്റെ ജീവിതത്തെ തിരിച്ചുവിടുമ്പോൾ അവന്റെ മുമ്പിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ പ്രവാചകന്മാരുടെ ജീവിതമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലെ രാജാവാക്കാനും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നിട്ട് മകന്റെ മുമ്പിൽ സുരക്ഷിതമായിട്ട് സന്തോഷമുള്ള ഒരു ജീവിതം നൽകാനും അള്ളാഹു കൊണ്ടുപോയ വഴി അത് ദുർഘടമായിരുന്നു. നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ട്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ നാട്ടിലൊരു പെൺകേസ് പോലും പരന്നു, അല്ലെ? തെറ്റിദ്ധാരണയിലാണ്. പക്ഷേ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ എന്തിനാണ് അള്ളാഹിനെ പഠിപ്പിക്കാൻ? അള്ളാഹു എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാൻ, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഇടപെടുക എന്ന് പഠിപ്പിക്കാൻ, അള്ളാഹിനെ ബോധ്യപ്പെടുത്താൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും അള്ളാഹുവിനെ പഠിപ്പിച്ചു. ഓരോ നിമിഷം അള്ളാഹിനെ പഠിപ്പിച്ചു. അള്ളാഹു എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ആ പ്രശ്നത്തിൽ ആ അടിമ എങ്ങനെ ആ പ്രശ്നത്തെ കാണുന്നു, ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ അടിമ എന്ത് ചെയ്യുന്നു, ഇതല്ലാക്ക് അറിയണം. അല്ലെങ്കിൽ പ്രവാചകന്മാരെയൊക്കെ നല്ല സുഖിപ്പിച്ച് അല്ലെങ്കിൽ പ്രബോധനത്തിന് വേണ്ടിയില്ല എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തിട്ട് അള്ളാഹ്ക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയ പോരെ? അല്ല, ആ പ്രവാചകന്മാർ ആ ദഅവത്തിന്റെ രംഗത്ത് എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എന്നും അള്ളാഹുവിനെ പഠിച്ചത് എന്നും ആ പഠിച്ച അള്ളാഹുവിനെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കിയത് എന്നും ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിനെ അറിയണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പ്രയാസത്തിലാണ്. ഒരു ആളായിട്ട് അടിപിടി കൂടി, രണ്ടാൾക്കാരെ അടിപിടി കൂടുമ്പോ മൂസാ നബിനോട് വിളിച്ചൊരു സഹായം ചോദിച്ചു, മൂസ ഒന്ന് രക്ഷിക്കണേ. മൂസാ നബി പോയി ഇടപെട്ടു. മൂസാ നബി ഒരു അടി കൊടുത്തു, അയാൾ മരിച്ചു. മൂസാ നബി അവരെ മാറ്റിയെടുത്താൻ ശ്രമിച്ചതാണ്, അടി കൊണ്ടു, അയാൾ മരിച്ചു. കുറച്ചേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസ നിന്നെ പിടിക്കാൻ രാജകൊട്ടാരത്തിൽ നിന്ന് ഓർഡർ ഉണ്ട്, വേറെ രക്ഷപ്പെട്ടോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടി നാട് വിടാണ്. കാരണം ഫിറഔന്റെ പട്ടാളക്കാരെ പിടിച്ചാൽ പിന്നെ അല്ലെങ്കിലേ മൂസാ നബിന്റെ വിഷയത്തിൽ ഒരു കാരണം ആണുങ്ങളെയല്ല, ജനിക്കുന്ന പുരുഷന്മാരെ, ആൺകുട്ടികളെല്ലാം കൊന്നോണ്ടിരിക്കുകയാണ് ഫിറഔൻ. കാരണം ഫിറഔൻ അതിജയിക്കുന്ന ഒരുത്തൻ ജനിക്കുമെന്നുള്ള ഒരു സ്വപ്നമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഫിറഔൻ എല്ലാവരും കൊല്ലുകയാണ്. ആണ് ജനിക്കാൻ പാടില്ല, ഫിറഔന്റെ പേടി. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തിൽ വളരുന്നത്. ഫിറഔൻ ഏറെ സ്നേഹിക്കുന്ന ആസിയ ബീവിയുടെ നിർബന്ധപ്രകാരം അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ തീരുമാനമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറഔന്റെ കൊട്ടാരത്തിൽ അള്ളാഹു വളർത്തുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരുപാട് ക്ഷീണിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് സ്ത്രീകളെ കാണുന്നു. ആട്ടിനെ മേയ്ക്കുന്ന ഒരു പറ്റം ആട്ടിടയന്മാരും ആട്ടിടയത്തിമാരും ആടുകൾക്ക് വെള്ളം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി എല്ലാവരും വെള്ളം കൊടുക്കുന്നു. അപ്പൊ രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ട്. ചോദിച്ചപ്പോ പറഞ്ഞു, ആണുങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം ഫ്രീ ആയതിനു ശേഷമേ നമ്മൾ പോകുന്നുള്ളൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആടുകളെയും കൊണ്ടുപോയി വെള്ളം കൊടുത്തവരെ പറഞ്ഞയച്ചു. എന്നിട്ടൊരു മരച്ചുവട്ടിൽ ക്ഷീണിതനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരച്ചുവട്ടിൽ ചാഞ്ഞിരുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാ, നീ അടിമക്ക് എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും ഒരു ഖൈറ് നീ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവേ, ഞാൻ അതിനിപ്പോൾ ആവശ്യക്കാരനാ. ആലോചിച്ചോക്കിയേ, മൂസാ നബി എല്ലാം വിട്ട് നാട് വിട്ടോടി അങ്ങനെ വഴിയിൽ കണ്ടൊരു സംഗതി ഇത്. അങ്ങനെ ഒരു മരച്ചുവട്ടിൽ ക്ഷീണിച്ചിരിക്കുന്ന മൂസാ നബിനെ കുറിച്ചൊന്ന് ആലോചിച്ചോക്കിയേ. അള്ളാഹു മൂസാ നബിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹു സംസാരിച്ചൊരു പ്രവാചകനാണ് മൂസാ നബി. അള്ളാഹു സംസാരിച്ച പ്രവാചകൻ കലീമുല്ലാഹി മൂസ. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മരച്ചുവട്ടിൽ ഇരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹ്, നീ എന്തെങ്കിലും ഒരു ഖൈറ് നീ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നി ഫഖീർ, ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാ, എനിക്കിപ്പോ അത് വേണം. വേറൊന്നുമില്ല. എല്ലാം മറ്റുപോയ മൂസാ നബിയുടെ ദുആ ആരോടാ? അള്ളാഹിനോട്. ഇതൊക്കെ അള്ളാഹ് പഠിപ്പിക്കുന്നത് നമുക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനാ. എന്താ മൂസാ നബിന്റെ മേലെയുള്ള നബിമാരെന്ന് അറിയില്ലേ? മൂസാ നബി എവിടെ കിടക്കുക? താഴെ കിടക്കാണ്. ബനി ഇസ്രായേലിൽപ്പെട്ട ഇങ്ങേയറ്റത്തെ പ്രവാചകനാണ് മൂസാ നബി. മൂസാ നബിന്റെ മേലോട്ട് എന്തോരം പ്രവാചകന്മാര് കിടക്കുക. ഇബ്രാഹിം നബി കിടക്കുക, പ്രധാനപ്പെട്ട അസ്മിൽപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി കിടക്കുക. തുടങ്ങിയ ഒരുപാട് പ്രവാചകന്മാർ മുകളിലോട്ട്, ഒരുപാട് അമ്പിയാക്കൾ മുകളിലോട്ട്, ആദിം നബി മുതൽ ഇങ്ങോട്ട്, അല്ലേ? അവിടെ കിടക്കുന്ന മൂസാ നബിക്ക് എന്തേ മുൻകാലത്ത് കഴിഞ്ഞു പോയ നബിനെ വിളിക്കാൻ തോന്നിയില്ല? എന്തേ പരിസരത്തിലുള്ള ഏതെങ്കിലും ഒരു ജിന്നിനെ വിളിക്കാൻ തോന്നിയില്ല? എന്തേ അവിടെയുള്ള അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് മൂസാ നബിക്ക് ഒരു ധാരണയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത്
ഖാലിസായ തൗഹീദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് പോലും അള്ളാഹു അനുവദിച്ച സബബ് പോലും അതിര് കവിഞ്ഞ് ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല ഇസ്ലാം. ഒരാളോട് അതിര് കവിഞ്ഞൊരു മനുഷ്യനോട് അവന്റെ ആവശ്യങ്ങൾ തീർന്നു കിട്ടാൻ ഒരു മനുഷ്യനെ പോലും അതിര് കവിഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കസ്റത്ത് സുആൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം. എന്നിരിക്കെ തൗഹീദിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു സത്ത എന്താണ്? അല്ലാഹ് മാത്രം. എന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ, എന്റെ പ്രശ്നത്തിൽ എന്നെ സഹായിക്കാൻ, എന്റെ ദുഃഖത്തിൽ എന്നെ സഹായിക്കാൻ, എന്റെ പ്രയാസത്തിൽ എന്നെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കിടന്ന് ദുആ ചെയ്തു അള്ളാഹുവിനോട്, അള്ളാഹുവേ എനിക്ക് ആവശ്യം, നീ എന്തെങ്കിലും ഒരു ഖൈർ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ചെയ്യണം. മറ്റും ആകെ ദുരിതത്തിലാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കി ദുരിതക്കടലിലാണ്. നമുക്ക് ആരോടെ പറയാനുള്ളത്? യാക്കൂബ് നബി പറഞ്ഞതുപോലെ ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. വേറെ ആരുമില്ല, വേറെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. അവിടെ ഒരു വകുപ്പിലുമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആശയറ്റിരിക്കുകയാണ്, അള്ളാഹുവേ എനിക്ക് ആവശ്യമുണ്ട് നിന്നെ, നീ എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ തരണം. അങ്ങനെയാണ് ആ സ്ത്രീകൾ തിരിച്ചു വരുന്നത്. ആ രണ്ട് പെൺകുട്ടികളും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ വിളിക്കുന്നുണ്ട്. കാരണം ഈ വെള്ളം കുടിപ്പിച്ച പെട്ടെന്ന് പെൺകുട്ടികൾ നേരത്തെ വീട്ടിലെത്തിയപ്പോ ബാപ്പ ചോദിച്ചു, എന്താണ് ഇന്ന് നേരത്തെ ആണല്ലോ. അപ്പൊ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരാള് നമ്മളെ വെള്ളം കുടിപ്പിച്ചു, നമ്മളെ സഹായിച്ചു, എന്നാ അവരെ വിളിച്ചിട്ട് വാ, നിങ്ങൾക്ക് അജ്ർ തരാൻ ബാപ്പ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം നൽകാൻ. പറഞ്ഞു, എനിക്ക് പ്രതിഫലം വേണ്ട, പക്ഷെ ബാപ്പ വിളിക്കുന്നുണ്ട്, ബാപ്പ ചെന്ന് കാണും. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് പെൺകുട്ടികളുടെയും ഉപ്പന്റെ അടുത്തേക്ക് പോകുന്നത്. ചരിത്രത്തിൽ അത് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് എന്നുണ്ട്. ചിലർക്ക് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, അത് ശുഐബ് നബി അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രബലമായ അഭിപ്രായം അത് ശുഐബ് നബിയുടെ മക്കളായിരുന്നു. ശുഐബ് നബിയുടെ അടുക്കിലേക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. സംഭവം വിശാലമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ചെടുക്കുന്നു ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് സഫൂറ എന്നു പേരുള്ള പെൺകുട്ടിയെ, മകളെ മൂസാ നബിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ മൂസാ നബി അവരെയും കൊണ്ട് കുറച്ച് ആടുകളും ഒരു വൃത്യനെയും കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണ് തൂരി സീന പർവ്വതത്തിന്റെ അവിടുന്ന് ഒരു ലൈറ്റ് കണ്ടിട്ട്, ഞാൻ ആ പ്രകാശം എന്താണ് നോക്കിയിട്ട് വരാം, നമുക്ക് വഴി മനസ്സിലാക്കാൻ എന്തെങ്കിലും ചൂട്ട് കത്തിക്കാൻ എന്തെങ്കിലും അവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് ഞാൻ വഴി മനസ്സിലാക്കി തരാൻ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്ന അടിസ്ഥാനത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മലകയറുന്നത്. അവിടെ നിന്നാണ് മൂസാ നബി അള്ളാഹു വിളിക്കുന്നത്. ഇദ്നാദ റബ്ബ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചു. അവിടെ നിന്നാണ് വിളിക്കുന്നത്. മൂസ, ഇത് ഞാനാണ്, നിന്റെ റബ്ബാണ്. ഇന്നി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ. ഇത് ഒന്നാമത്തെ പോക്കിൽ തന്നെയല്ലേ. രണ്ടാമത്തെ കിതാബ് കൊടുക്കാനുള്ള വിളിയാ. നബിയാവാണ്. വിശാലമാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദഅവത്തിന്റെ രംഗത്തിറങ്ങാൻ. അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔൻ. ഫിർഔന്റെ കൊട്ടാരത്തിന്റെ ഭീതിജനകമായ അവസ്ഥകളെ കണ്ട്, ഫിർഔന്റെ ക്രൂരതകളെ കണ്ട് വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന, മൂസ ഇനി നീ പോകേണ്ടത് ഫിർഔന്റെ അടുക്കലേക്കാണ്. ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ് മൂസാ നബിയെ. അള്ളാഹിനെ പഠിപ്പിക്കുകയാണ്. നമ്മളെ ഇടയ്ക്ക് പഠിക്കുന്നത് അള്ളാഹിനെയാണ്. മൂസാന് നീ പോണം, ഫിർഔന്റെ അടുക്കലേക്ക് പോണം, അള്ളാഹുവിനെ പഠിപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ ഫിർഔന്റെ അടുക്കലേക്ക് പോണം. ഇന്നഹു തഗാ, അവൻ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിധി വിട്ടിട്ടുണ്ട് ഫിർഔന്റെ വാക്കുകൾ പരിധി വിട്ടിട്ടുണ്ട്, ഫിർഔന്റെ പ്രവർത്തനങ്ങൾ പരിധി വിട്ടിട്ടുണ്ട്, അക്രമത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട് ഫിർഔൻ. അതുകൊണ്ട് മൂസാ നീ പോണം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദഅവത്തിന്റെ കൽപ്പന നൽകി. അപ്പൊ മൂസാ നബി പറഞ്ഞു, അള്ളാഹുവേ, എനിക്കെന്റെ അനുജൻ ഹാറൂനെയും കൂടെ തരണം. ഹാറൂനെയും കൂടെ തരും ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ വിശാലമാക്കി തരണം.
വയസ്സർ ലി അംരി, എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണം. കാരണം ദഅവത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വിഷയം അള്ളാഹു എളുപ്പമാക്കണം. നമ്മുടെ നിയ്യത്ത്, നമ്മളുടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരു പക്ഷെ ദഅവത്തിന്റെ രംഗത്ത് നേരിടേണ്ടി വരും. ഇഖ്ലാസോട് കൂടി നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങിയാൽ പ്രശ്നങ്ങൾ തിരുതുരാവരും ചുറ്റുപാട്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു ദുആ ചെയ്തു, യസ്സിർ ലി അംരി, അള്ളാഹുവേ എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണേ. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ കാര്യങ്ങൾ സംസാരം ആളുകൾക്ക് മനസ്സിലാവാൻ എന്റെ വായിന്റെ കെട്ട് നിയയിക്കണേ. സ്ഫുടത തരണേ, അതേപോലെ തന്നെ വ്യക്തത തരണേ, വാചാലത തരണേ. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് തിരിയണം, ഇവനെന്തീ പറയുന്നത്, തിരിയണം. ഇതൊക്കെ ദുആ ചെയ്യണം. അതേപോലെ തന്നെ അല്ലാഹുവേ എന്റെ ഹാറൂന ഉഷ്ദുദ് ബിഹി അസ്രി, അല്ലാഹുവേ എനിക്ക് എന്റെ സഹോദരൻ ഹാറൂനെ കൊണ്ട് നീ ബലം നൽകണേ, സഹോദരനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ. അങ്ങനെയാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പറഞ്ഞു വിടുന്നത്. അള്ളാഹ് പറഞ്ഞു ഇദ്ഹബാ, അടുത്ത സീഗ അങ്ങനെയാണ്. ആദ്യം പറഞ്ഞു ഇദ്ഹബ്, നീ പോണം. രണ്ടാമത്തെ ഹാറൂൻ നബിയെയും കൂടെ പറഞ്ഞപ്പോ ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ ഫിർഔന്റെ അടുത്തേക്ക് പോണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ഷാ, ഫിർഔനോട് മയമായിട്ട് സംസാരിക്കണം, മയമായിട്ട് സംസാരിക്കണം. കാരണം അക്രമിയാണ്, ധിക്കാരിയാണ്. അങ്ങനെ എന്തെങ്കിലും പോയി പറഞ്ഞാലൊന്നും ഫിർഔൻ ചെവി കൊള്ളാൻ സാധ്യതയില്ല. അള്ളാഹ് പറഞ്ഞു കൊടുക്കാണ് ദഅവത്തിന്റെ രീതി. മയമായിട്ട് ഫിർഔനോട് പോയിട്ട് പറ, വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കും ഫിർഔനോട്. ഫിർഔനെ ഇങ്ങനെയൊക്കെയാണ്, മോട്ട് കാണിക്കരുത് മൂസ, അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കരുത്. ഖൂലു ലയ്യിനൻ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ലയ്യിനായിട്ട് മയമായിട്ട് അവനോട് സംസാരിക്കണം. ഔ യതദക്കറു ഔ യഖ്ഷാ, യതദക്കറു ഔ യഖ്ഷാ, ഒന്നുകിൽ അവൻ ചിന്തിക്കാം, ആലോചിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് ആലോചിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കണം. നമ്മളെ പൊട്ടിത്തെറിയാണ് ആ സംസാരത്തിന് മുഴുവൻ ഉള്ളതെങ്കിൽ അവർ ആ വിഷയമായിരിക്കൂല കേൾക്കുക, നമ്മളുടെ ആ ശൈലിയായിരിക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദായികളെ എപ്പോഴും, നമുക്കൊക്കെ വരുന്ന ഒരു വീഴ്ചയാണത്. നമ്മൾ ചിലപ്പോൾ വിഷയങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മളെ നിയന്ത്രിച്ച് അത് ശരിക്കും അതിനൊരു തത്വീഖിയായ ഒരു അമലിയായ ഒരു അവസ്ഥ നമ്മൾ ശീലിക്കണം. നമ്മൾ വിഷയം പറയുമ്പോഴത്തേക്ക് നമ്മളെ അങ്ങനല്ല ഇങ്ങനല്ല എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്, ശാന്തമായിട്ട് വിഷയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന ഞാനടക്കം ശീലിക്കേണ്ട സംഗതിയാണ്. ശാന്തമായിട്ട് വിഷയം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ അപ്പൊ അവരിങ്ങനെ ആ വിഷയമാണ് കേൾക്കുക. മറ്റേത് നമ്മളുടെ ശൈലിയും നമ്മളുടെ ചില ആക്ഷേപ സ്വരങ്ങളും നമ്മളുടെ ചില ആക്ഷേപ ശൈലികളൊക്കെ അവരെ വല്ലാതെ അസ്വസ്ഥമാക്കും. നമ്മൾ പറയുന്ന ആ കാര്യത്തെ കേൾക്കാനോ അതിൽ ചിന്തിക്കാനോ അവരുടെ ബ്രെയിൻ അവർക്ക് അവസരം കൊടുക്കൂല. അതുകൊണ്ട് ലയ്യനായിട്ട് ഫിറഔനോട് പറയണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലോലമായിട്ട് ഫിറഔനോട് കാര്യങ്ങൾ സംഭാഷണം. മൂസാ നബി പറഞ്ഞു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഫിറഔന്. അപ്പൊ ഫിറഔൻ ചോദിച്ചത് ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, മൂസ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ അവസ്ഥ എന്താ? നീ പറയുന്ന ഒരു അല്ലാഹുവേ ഉള്ളൂ, ഇലാഹായിട്ട് ഒരാളെ പറ്റുള്ളൂ, അള്ളാഹുവാണ് ഇലാഹ് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മുൻഗാമികളൊന്നും ഇങ്ങനെ ജീവിച്ചവരല്ല. അവർ പാരമ്പര്യമായിട്ട് ഒരുപാട് മൂർത്തികളെ പൂജിച്ചവരാണ്, ഒരുപാട് ആളുകളുടെ ആവശ്യം പറഞ്ഞവരാണ്. ഇന്നും ആളുകൾ ചോദിക്കുന്നതാണ്. നമുക്ക് ഇന്ന് ഒരുപാട് നമ്മളെ ഉപ്പന്മാരും കാരണവന്മാരൊക്കെ ഒരുപാട് ആളുകളോട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന പ്രശ്നം വന്നപ്പോ നമ്മൾ ഇന്ന ആളടുത്ത് പോയിട്ടുണ്ട്, നമ്മുടെ പ്രശ്നം മാറിയിട്ടുണ്ട്. അപ്പൊ നീ പറയുന്നത് പുതിയതാണ് മൂസ, നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഇങ്ങനെയല്ല എന്ന് ഫിറഔൻ പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അല്ലെ, നല്ല ഭാഷയാണ്, നല്ല ലളിതമായ ഭാഷയാണ്, അല്ലെ, സമാധാനത്തിന്റെ ഭാഷയാണ്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. ഫിറഔൻ, അതെന്റെ റബ്ബിന്റെ കിതാബിൽ ഭദ്രമായിട്ട് അവരുടെ കാര്യങ്ങളുണ്ട്. അവരുടെ അവസ്ഥ എന്താന്നുള്ളത് ഇപ്പൊ നമ്മൾ പറയണ്ട, അതെല്ലാം അള്ളാന്റെ റെക്കോർഡിലുണ്ട്. നമ്മളുടെ റബ്ബൊന്നും മറക്കൂല, അവനൊരു തെറ്റും പറ്റൂല. അതുകൊണ്ട് മുൻഗാമികളുടെ എന്താണ് നമ്മൾ ഇപ്പം പഠിക്കുന്നത്, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഇലാഹാരാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ നബിയാണ്. മുൻഗാമികൾ എങ്ങനെ ജീവിച്ചു, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അള്ളാന്റെ റെക്കോർഡിലുണ്ട്. നാളെ ആഖിറത്തിൽ അവരെത്തിയാൽ അത് അള്ളാന്റെ മുമ്പിൽ വ്യക്തമായിട്ട് ഉണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് നമുക്കതാണ് പറയാനുള്ളത്.
എന്റെ ഉപ്പ ഇങ്ങനെയാണ് ജീവിച്ചത്, എന്നിട്ട് മരിച്ചുപോയല്ലോ. എന്താ? ഖുർആനും ഹദീസും പറഞ്ഞത് എന്താണോ അതാണ് നമ്മുടെ തെളിവ്. നിങ്ങളുടെ ഉപ്പായുടെ അവസ്ഥ വ്യക്തമായിട്ട് അള്ളാന്റെ അടുത്തുണ്ട്. നിങ്ങളുടെ ഉപ്പയും ഉപ്പയും കാരണന്മാരും അവര് നരകത്തിലാണോ സ്വർഗത്തിലാണെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ അഖീദ എന്താണോ അതിനനുസരിച്ചിരിക്കുന്ന ആൾ ആഖിറത്തിൽ അവരുടെ വിചാരണ. അഖീദ എന്താണെന്നുള്ളത് ഖുർആൻ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞു, ഫിർഔൻ ഫാർസിൽ മഅനാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽ എന്റെ കൂടെ വിട്ടുതരണം. ബനി ഇസ്രായേലികളെ ഫിർഔൻ പ്രയാസപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടിക്കാണ്. ന്യൂനപക്ഷം വരുന്ന ബനി ഇസ്രായേലി മുസ്ലിമീങ്ങളെ ഫിർഔൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിർഔനെ അതിന് നിൽക്കരുത്, ബനി ഇസ്രായേലികൾ എന്റെ ആൾക്കാരാണ്, അവരെ വിട്ടുതരണം, എനിക്ക് വിട്ടുതരണം, ഞാൻ അവരെയും കൊണ്ട് പോയിക്കോളാം, അവരെ പ്രയാസപ്പെടുത്താൻ ഞാൻ അനുവദിക്കൂല. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. മൂസ, നീ നിന്റെ ആളുകളെയും കൂട്ടിയിട്ട് നാട് വിട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകൻ എടങ്ങാറാവാണ് കുറെ ആളെയും കൊണ്ട് ദഅവത്തിന്റെ. ഇപ്പൊ നമ്മളെ ക്ലാസ്സിന് വേണ്ടി ഒരുമിച്ച് കൂടി ഇത്ര ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട്, അയാളിലേക്കാ ചോദ്യം വരിക. തലവേദനയാണ് അല്ലെ, ഒരു അസ്വസ്ഥതയാണ്. എങ്കിലും ദഅവത്ത് നടക്കണം എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ടെൻഷനാണ്, ഇവരെയും കൂട്ടിയിട്ട് നാട് വിടണം, അള്ളാന്റെ കൽപ്പനയാണ്. ഫിറഔൻ ആണെങ്കിൽ ഫിറഔൻ ഒറ്റടിക്ക് നശിപ്പിച്ചിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം അള്ളാഹ്ക്ക് അവിടെ നൽകാം. മൂസാ നബിനെ അവിടെ രാജാവായിട്ട് ഇരുത്താം അള്ളാഹ്ക്ക്. അള്ളാഹ് പറഞ്ഞു, മൂസ നീ പറഞ്ഞിട്ട് ഫിറഔൻ കേൾക്കുന്നില്ലേ? ഫിറഔൻ വീണ്ടും ഉപദ്രവിക്കാണോ, പ്രയാസപ്പെടുത്താണോ? നിന്റെ ആളെയും കൂട്ടിയിട്ട് നീ പോ, നിന്റെ ആളെയും കൂട്ടിയിട്ട് നീ പോ. ചില്ലറ കാര്യ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ബനി ഇസ്രായേലികൾ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട് ബനി ഇസ്രായേലികൾ. അവരെയും കൂട്ടിയിട്ട് എങ്ങോട്ടാ പോണ്ടേ? രാത്രിക്ക് രാത്രി പോകണമെന്ന് അള്ളാന്റെ കൽപ്പന. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെയും കൂട്ടിയിട്ട് നാട് വിടുക, ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക്. അങ്ങനെ നാട് വിട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേർന്നവിടെ ചെങ്കടലിന്റെ മുറ്റത്ത്, ചെങ്കടലിന്റെ അടുത്ത്. മുമ്പിൽ കടല്, ബേക്കിൽ ഫിറൗന്റെ ആളുകൾ. ഇന്നക്കും മുത്തബഊൻ, നിങ്ങളെ പിന്തുടർന്ന് ആര് വരും? ഫിറൗന്റെ ടീം ഉണ്ടാവും. മുമ്പിൽ കടല്, ബേക്കിൽ ഫിറൗന്റെ ആളുകൾ. എന്തിനാ ഈ ചരിത്രം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പഠിച്ചു. ആ ബനി ഇസ്രായേലികൾക്ക് അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുത്തു. എത്രത്തോളം അള്ളാഹുവിനെ അവർ പഠിച്ചിട്ടുണ്ട് നമ്മളും പരിശോധിക്കേണ്ടതാണ്. എത്രത്തോളം നമ്മൾ അള്ളാഹിനെ പഠിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചില രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അള്ളാഹിനെ വിട്ടിട്ട് ബാക്കിയുള്ളവരിലേക്ക് പോകുന്നുണ്ടോ? ഒറ്റപ്പെടുമ്പോൾ അള്ളാഹിനെ വിട്ടിട്ട് വേറെ അടുത്തേക്കെങ്കിലും മനസ്സ് ചായുന്നുണ്ടോ? ഇതൊക്കെ പ്രശ്നമാണ്. അതല്ല, എന്റെ അടിമ പ്രയാസം വന്നപ്പോൾ അവന്റെ മനസ്സ് പൂർണ്ണമായും എന്നിലേക്കാണോ? അള്ളാഹ്ക്ക് അറിയണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ മുറ്റത്തെത്തി. ബനി ഇസ്രായേലുകൾ കുറെ കാലമായിട്ട് മൂസാ നബിന്റെ അടുക്കൽ നിന്ന് തൗഹീദ് പഠിക്കാണ്, തൗഹീദ് കേൾക്കാണ്, അള്ളാഹിനെ കുറിച്ച് പഠിക്കാണ്. മുമ്പിൽ കടല്, ബേക്കിൽ ഫിറൗന്റെ ആളുകൾ. മൂസാ നബിനോട് അവർ ചോദിച്ചു, മൂസ ഇന്നാ ലമുഗ്റഖൂൻ, നമ്മൾ മുങ്ങിച്ചാവാൻ പോവാണോ? കടലിൽ നീന്തി കിടക്കാൻ നമുക്ക് കഴിയില്ല. ഫിറൗന്റെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യാനും നമുക്ക് കഴിയില്ല. നമ്മളെ കഥ തീർന്നല്ല മൂസ. കാരണം മൂസാ നബി പറയുന്നിടത്തേക്കാണ് ഇവർ വരുന്നത്. മൂസാ നബീന്റെ കൽപ്പന പ്രകാരമാണ് ഇവരെല്ലാവരും കൂടി കെട്ടും കെട്ടി ഇറങ്ങിയത്. ഇവര് പറഞ്ഞു, മൂസ നമ്മൾ പെടുവല്ലേ, എന്താ പറയാ, ശരിയല്ലേ? മുമ്പിൽ കടല് നീന്താനൊക്കൂല, ഒങ്ങിച്ചാവണം, അല്ലെങ്കിൽ ഫിറൗന്റെ പട്ടാളക്കാർക്ക് നിന്നു കൊടുക്കണം. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിച്ചത് അള്ളാനെ. അതാ ഞാൻ പറഞ്ഞത്, ചരിത്രം മുഴുവനും അള്ളാനെ പഠിക്കാനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അല്ലാ വേറൊന്നുമില്ല. വേറെ ഖുർആൻ വേറൊന്നും ആ ചരിത്രം കൊണ്ടേ ഉദ്ദേശിക്കുന്നില്ല. അള്ളാനെ പഠിപ്പിക്കുക. അള്ളാഹ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും ഇനി മുഅ്ജിസത്തില്ല. പ്രവാചകന്മാർക്ക് ഇനി വഴിയിറങ്ങുന്ന പോലെ വഴിയിറങ്ങാനില്ല. ഇനിയുള്ള മുഅ്മിനീങ്ങളാണ്, അവർക്ക് കറാമത്തുണ്ടാവും. അള്ളാഹ് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കുന്നത്, എങ്ങനെയാണ് ഒരു മുഅ്മിൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ മുഅ്മിനിന്റെ പ്രശ്നത്തെ അള്ളാഹു പരിഹരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹ് പറഞ്ഞു എന്താണ്, ഇതുപോലെ ആരെങ്കിലും എന്നെ വിളിച്ചാൽ വകദാലിക നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷിക്കും. അള്ളാഹ് പറയാ. മൂസാ നബി കടലിന്റെ മുമ്പിലാണ്, ഒന്നും ചെയ്യാൻ മൂസാ നബിക്ക് അറിയില്ല.
എല്ലാവരോടും ഇനിയൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും കൂടി നീന്തിക്കോ എന്ന് പറയാനൊക്കോ കൂടെ കൊണ്ടുവന്ന ആളോട്? ഇല്ല. അവിടെ മൂസാ നബി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന മഅയ റബ്ബി സയഹ്ദി, അള്ളാഹിന്റെ കൽപ്പനയാണ് നാട് വിടാൻ. ഈ വഴിയിൽ എത്തിയതും അള്ളാഹു കാണുന്നുണ്ട്. പലപ്പോഴും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മൂസാ നബിയോട്, മൂസാ ധൈര്യമായിട്ട് പോയിക്കോ, ഇന്നി അസ്മഉ വ അറാ. അല്ലാഹു അക്ബർ. മൂസാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ല, നീ ഇന്ന് ബേജാറാകുന്നേ. നമ്മളും അതേ സ്ഥാനത്ത് നിൽക്ക്, നമ്മളും അതേ സ്ഥാനത്ത് നിൽക്ക്. ജീവിതത്തിൽ പ്രയാസം വന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാണ് റൂമില്. നമ്മുടെ മനസ്സിൽ വരേണ്ട എന്താണെന്നറിയോ? മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞ വാക്ക് വരണം, മൂസാ ഞാൻ നിന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. അള്ളാഹ് നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതാണ് നമ്മൾ ഒറ്റയ്ക്കൊരു റൂമില് പ്രയാസപ്പെട്ട് മനസ്സ് വല്ലാതെ ഉരുകി, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങള്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ മനസ്സിൽ വരണം, എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അള്ളാഹിനെ വിളിക്കണം, അല്ലാ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വ്യതകൾ നീ അറിയുന്നുണ്ട്, എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ നീ അറിയുന്നുണ്ട്. അല്ലാ എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം താ അല്ലാ. നമുക്ക് വേറെ ആരാളുള്ള പറയാൻ? വേറെ ആരുമില്ല. ആ കടലിന്റെ ഓരത്ത് നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന ബനി ഇസ്രായേലികളെ മുൻനിർത്തിയിട്ട് മൂസാ നബിക്ക് വേറെ ഒന്നും പറയാനില്ല. ലീഡറായിട്ട്, നേതാവായിട്ട് അനുയായികളെയും കൂട്ടിയിട്ട് കടലിന്റെ ഓരത്ത് വന്ന മൂസാ നബിക്ക് ആകെ പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ഇന്ന മഅയ റബ്ബി സയഹ്ദി. ബനി ഇസ്രായേലികളെ, അള്ളാഹ് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. നമ്മൾ പഠിക്കേണ്ടത് അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്കവിടെ വേറെ ചർച്ച ചെയ്യാനില്ല. ഒരു മലക്കിനെയും നമുക്കവിടെ ചർച്ച ചെയ്യാനില്ല, ഒരു ജിന്നിനെയും അവിടെ നമുക്ക് ചർച്ച ചെയ്യാനില്ല, ഒരു ഇൻസിനെയും നമുക്ക് ചർച്ച ചെയ്യാനില്ല, ഇൻസിനെയും നമുക്ക് ചർച്ച ചെയ്യാനില്ല. നമുക്ക് അള്ളാഹനെ മാത്രമേ പറയാനുള്ളൂ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബനി ഇസ്രായേലികളോടുള്ള ആ വാക്ക് അള്ളാഹു കേൾക്കുന്നു. അള്ളാഹു കേൾക്കുന്നു. അള്ളാഹ് പറഞ്ഞാൽ മൂസാ അല്ല കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇനി ധൈര്യമായിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയുടെ അടുക്കലേക്ക് വഹയുമായിട്ട് ഫദ്രിബ് ബിഅസാകൽ ബഹറ ഫദ്രിബ് ബിഅസാകൽ ബഹറ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ജിബ്രീൽ വന്നിട്ട് മൂസാ നബിയോട് പറയാണ്, മൂസാ കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കും. മൂസാ, അതുവരെ മൂസാ നബിക്ക് തോന്നിയോ കടൽ വടി കൊണ്ട് അടിച്ച കടൽ എന്തെങ്കിലാവോ? കുറച്ച് വെള്ളം ഇങ്ങനെ തെറിക്കുന്നല്ലാതെ വേറെന്താ? ഇവിടെ മൂസാ നബിന്റെ ചരിത്രം പഠിക്കണ്ട, അള്ളാനെ പഠിക്കണ്ടേ? ഇവിടെ മൂസാ നബിന്റെ ചരിത്രം പഠിച്ചിട്ട് അടിപൊളി ചരിത്രം കേട്ടോ മൂസാ നബിന്റെ എന്നാണോ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നാണ് പറയേണ്ടത്? ഈ അള്ളാനെ പഠിപ്പിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത്. ഈ അള്ളാനെ മുഅ്മിനിന്റെ മനസ്സിൽ കുത്തി നിറക്കണം. ഏത് നിമിഷത്തിലും എന്റെ അള്ളാഹ്, അല്ലെ? അള്ളാന്റെ റസൂലിന്റെ ജീവിതം മുഴുവൻ അള്ളാഹ്. സഹാബാക്കൾ അതേ പഠിപ്പിക്കുന്നുള്ളൂ. അത് പഠിച്ച സഹാബാക്കളാണ് നിസ്കരിക്കുന്നത്, അത് പഠിച്ച സഹാബാക്കളാണ് നോമ്പ് വെക്കുന്നത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മൂസാ നിന്റെ വടി കൊണ്ട് നീ കടലിനെ അടിച്ചോ. അള്ളാന്റെ കൽപ്പന. നോർമലി വടി കൊണ്ട് കടലിനടിച്ചാൽ ഒന്നും സംഭവിക്കൂല, പക്ഷെ അള്ളാഹു പറയുന്നു കടലിനടിക്കാൻ. സമിഅന വ അതഅന, നമ്മൾ കേൾക്കുന്നു, അനുസരിക്കുന്നു. മൂസാ നബി കടലിനടിച്ചു. فانفلق فكان كل فرق كالطود العظيم. കടലിന്റെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം മലന്തിട്ട പോലെ ഇരുഭാഗത്തേക്കും മാറി നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തേക്കും ആ കടലിലെ വെള്ളം അങ്ങ് മാറി. ബനി ഇസ്രായേലുകൾ കാണാണ്. ഇത്ര കുറച്ചു മുമ്പ് മൂസാ നമ്മളൊക്കെ മുങ്ങിച്ചാൻ പോവാണോ എന്ന് ചോദിച്ചാൽ ബനി ഇസ്രായേലുകൾ നോക്കി നിൽക്കേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കടലിലേക്ക് വടി കൊണ്ടടിക്കുന്നു. സമുദ്രത്തിലെ കത്തൗദിൽ അദീം, വലിയ പർവ്വത സമാനമായി കൊണ്ട് രണ്ടു ഭാഗത്തേക്കും ഇരുഭാഗത്തേക്കും ആ വെള്ളം മാറുന്നു. എല്ലാരും, മൂസാ നബിയുടെ കൽപ്പന, എല്ലാവരും കടന്നു. എല്ലാവരും ആ സമുദ്രത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കിയ ആ വഴിയിലൂടെ നനയാതെ ഉണങ്ങിയ മണ്ണിലൂടെ അവർ നടന്നു അക്കരെ പ്രാപിക്കുന്നു.
അല്ലെ? അവര് 100 മാർക്കോട് മൂസാ നബി പാസ്സാവാണ്. അവിടെ അള്ളാഹിനെ കുറിച്ച് അള്ളാഹ്ക്ക് ബോധ്യപ്പെടാണ്. മൂസാക്ക് ഞാനേ ഉള്ളൂ, എന്നെ വിളിച്ചു മൂസ. അവിടെ മൂസാ നബി എന്താ ഇപ്പൊ ചെയ്യാ? അള്ളാഹ് ആകെ കുടുങ്ങിപ്പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആർക്കൊക്കെ നീന്താൻ അറിയാം? ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? വേറെ എന്തെങ്കിലും വഴിയുണ്ട്? നമുക്ക് വഴി മാറിപ്പോയ ഒന്നും അവിടെ ചിന്തിച്ചില്ല. മൂസാ നബി അവിടെ അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് നീയാണ് വഴി കാണിക്കേണ്ടവൻ. അള്ളാഹ് കാണിച്ചു കൊടുത്തില്ലേ? ഉണങ്ങിയ വഴിയിലൂടെ മൂസാ നബി അപ്പുറത്തി. മൂസാ നബിയും ടീമും അപ്പുറത്തി. അപ്പോഴാണ് ഫിറഔന്റെ ടീം കടലിന്റെ അടുത്തെത്തുന്നത്. അപ്പൊ നോക്കുമ്പോണ്ട് നല്ല വഴി. അപ്പോഴും ഫിറഔൻ മിടുക്ക് കാണിച്ചു. ഫിറഔൻ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വഴിയാണ്, എല്ലാവരും കടന്നു. അവരൊക്കെ ആ വഴിയിലൂടെ മൂസാ നബിയുടെയും ബനി ഇസ്രായേലുകളുടെയും ബേക്കിലൂടെ കടന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബനി ഇസ്രായേലിൽപ്പെട്ട അവസാനത്തെ ടീമും അക്കരെ പ്രാപിച്ചു. ഫിറഔന്റെ അവസാനത്തെ ടീമും കടലിന്റെ അടുക്കലേക്ക് കടന്നു. മൂസാ നബി തിരിഞ്ഞു നോക്കി. അപ്പൊ അല്ലാഹ് വീണ്ടും മൂസാ നബിയോട് സൂറത്ത് ദുഖാൻ, മൂസാ കടലിനെ നീ അതിന്റെ പാട്ടിനെ വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം, നീ പറഞ്ഞിടത്തേക്ക് വിട്ടോ. അല്ലാഹ് പറയാ, എന്നെ തിരിഞ്ഞു നോക്കിട്ട് അല്ലാഹ് അതങ്ങനെ തന്നെ കിടക്കാണ്. വഴി അങ്ങനെ തന്നെ കിടന്ന ഫിറൗൻ ടീം അതേ വഴിയിൽ വരൂലേ? അപ്പൊ പിന്നെ ഇതെന്താ? മൂസാ നീ നിന്റെ വഴിക്ക് പോയിക്കോ, അത് ഞാൻ ഏറ്റു. കടലിന്റെ രണ്ടും മലന്തിട്ട പോലെ മാറി നിന്ന കടലിലെ തിരമാലകൾ മൂസാ നബിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുത്ത വഴി. ആ 2 കടലിലെ വെള്ളവും പരസ്പരം ആഞ്ഞടിച്ചു. ആലോചിക്ക്, കടലിലെ വെള്ളം ഏറ്റുമുട്ടുന്നത് ആലോചിക്ക്. കുറച്ച് വെള്ളം അല്ലല്ലോ. അള്ളാഹു നശിപ്പിച്ചു ഫിറഔനെ. നശിപ്പിച്ചു. ഫിറഔനെയും ഫിറഔന്റെ ടീമിനെയും അള്ളാഹു നശിപ്പിച്ചു. അള്ളാഹിനെ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അള്ളാഹ് പറഞ്ഞു, ഇത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളതാണെന്ന് എടുത്തുകൊണ്ട് ഇല്ലില്ല. പ്രവാചകന്മാർക്കാകുമ്പോൾ അത് മുഅ്ജിസത്തായി, മുഅ്മിനീങ്ങൾക്കാകുമ്പോൾ അത് കറാമത്തായി. നമ്മുടെ ജീവിതത്തിലും ഈ രൂപത്തിൽ അള്ളാഹുവിനെ യഖീനോടുകൂടി അള്ളാഹുവിനെ നമ്മൾ പഠിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലും കറാമത്തുകൾ സംഭവിക്കും. അള്ളാഹുന്റെ വാഗ്ദാനമാണ്. അള്ളാഹു നമ്മൾ വിശ്വസിച്ചവർക്ക്, അമൽ സാലിഹാത്തുകൾ ചെയ്യുന്നവർക്ക്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടുന്നവർക്ക്, ശിർക്ക് ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹിന്റെ വാഗ്ദാനമാണ്, നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും. മുഅ്മിനീങ്ങൾ അപ്രകാരം ഞാൻ സഹായിക്കും. അള്ളാഹ് പറയാ, മൂസാ നബിനെ അള്ളാഹു രക്ഷിച്ചു, ഫിറഔൻ അള്ളാഹു നശിപ്പിച്ചു. ആ അവസാന സമയത്ത് ഫിറഔൻ മുങ്ങിച്ചാവാൻ പോകുമ്പോ ഫിറഔൻ പറഞ്ഞു, മൂസാ ഞാൻ നിന്റെ റബ്ബിനെ വിശ്വസിച്ചു മൂസാ എന്ന് പറഞ്ഞു. അല്ലെ, അവസാന സമയത്ത് അള്ളാഹു സ്വീകരിച്ചില്ല. ആ പറയൽ അള്ളാഹു സ്വീകരിച്ചില്ല. പണ്ഡിതന്മാർ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഫിറഔനെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി. അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഫിറഔനെ അവസാനമുള്ള ആ ഫിറഔന്റെ വിളിയെങ്ങാനും അള്ളാഹു കേട്ടിട്ട് അള്ളാഹുവിന് ഫിറഔന് റഹ്മത്ത് തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ താഴ്ത്തിക്കളഞ്ഞു ഫിറഔൻ. കാരണം അത്രയും ധിക്കാരിയാണ് ഫിറഔൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇത്രയും വിശാലമാണ്. ഇത്രയും അക്രമിയായ ഫിറഔനോട് ഒരു പക്ഷെ അള്ളാഹുവിന് റഹ്മത്ത് തോന്നാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ പഠിക്കേണ്ടതാണ്. ചരിത്രം മുഴുവനും അള്ളാഹിന്റെ റഹ്മത്ത് പഠിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് പഠിക്കേണ്ടത്. അള്ളാഹു എല്ലാത്തിനും ഖാദിറാണെന്ന് പഠിപ്പിക്കുകയാണ് ചരിത്രം. അള്ളാഹു റഹ്മാനാണെന്ന് പഠിപ്പിക്കുകയാണ് ചരിത്രം. അള്ളാഹു റഹീമാണെന്ന് പഠിപ്പിക്കുകയാണ് ചരിത്രം. അള്ളാഹു വദൂദാണെന്ന് പഠിപ്പിക്കുകയാണ് ചരിത്രം. അള്ളാഹിനെ പഠിക്കാനാണ് ചരിത്രം മുഴുവൻ. അതുകൊണ്ട് ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹിനെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അള്ളാഹിനെ പഠിക്കണം. നമ്മുടെ ജീവിതവും അതുപോലെ നമ്മൾ കാണണം. മൂസാ നബിയുടെ ചരിത്രം എങ്ങനെയാണോ അങ്ങനെ, ഈസാ നബിയുടെ ചരിത്രം എങ്ങനെയാണോ അങ്ങനെ, അതുപോലെ നമ്മുടെ ജീവിതവും, നമ്മുടെ ജീവിതത്തിലും അള്ളാഹു ഇടപെടുന്നത് അതുപോലെയാണ്. പ്രവാചകന്മാർ ഏതുപോലെ യഖീനോടുകൂടി അള്ളാഹുവിനെ കണ്ടോ അതുപോലെ നമ്മൾ കണ്ടാൽ. പ്രായമായി വയസ്സായി ചുക്കിച്ചുളിഞ്ഞ് എല്ലും തോലും ആയപ്പോഴും സക്കരിയ നബിയുടെ ദുആ, അള്ളാഹു ഒരു കുട്ടിയെ തരണേ.
നമ്മളങ്ങനെ ദുആ ചെയ്താൽ അടുത്തുള്ള ആൾ എന്താ പറയാ? എനിക്ക് കുറെ പിരാന്തുണ്ടാ അല്ലേ? എന്റെ റബ്ബ് തരാൻ തീരുമാനിച്ചാൽ തരും. കൊടുത്തില്ലേ? ഇബ്രാഹിം നബിക്ക് കൊടുത്തു. സാറാ ബീബി മുഖത്തടിച്ചിട്ടാണ് എന്തായി പറയുന്നേ? എനിക്ക് കുട്ടി ഉണ്ടാവാനോ? സാറാ ബീബിക്ക് അത്ഭുതം. അതൊന്നും ഒരിക്കലും ഉണ്ടാവുന്നില്ല. നമ്മളാകെ ശോഷിച്ച് നമ്മളെ എല്ലിന്റെ ബലം നഷ്ടപ്പെട്ട് ശരീരം ചുക്കിച്ചുളഞ്ഞ്. അപ്പൊ മലക്കൾ എന്താ പറഞ്ഞ്? ആല കദാലിക്, അതപ്രകാരാണ്. അള്ളാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ നടക്കും. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് കുട്ടിയെ വേണം. ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ എന്തല്ല നിരാശനല്ല റബ്ബേ. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. സൗർ ഗുഹയിൽ നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോ, സൗർ ഗുഹയിൽ നിന്ന് നോക്കിയപ്പോ ശത്രുക്കളെ കാല് കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. മനുഷ്യനാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, മൂന്നാമനായിട്ട് അള്ളാഹു ഉള്ള നമ്മൾ രണ്ടുപേരുടെ വിഷയത്തിൽ നീ എന്തിനാ ബേജാറായ? അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞു അത്. ലാ തഹ്സൻ. അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കതാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളാഹു. എന്തോ ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ജീവിതത്തിൽ അള്ളാഹു വല്ലാത്ത രണ്ടാമതൊരാളെ അതൊരു വകുപ്പിലും എന്തുകൊണ്ടും നമ്മൾ അടുപ്പിക്കുന്ന പ്രശ്നമില്ല. നമുക്കല്ല മാത്രം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാനല്ല മാത്രം, നമ്മുടെ ആവശ്യങ്ങൾ പറയാനല്ല മാത്രം, നമുക്ക് എവിടുന്നും എപ്പോഴും വിളിക്കാനല്ല മാത്രം. വേറാരും നമുക്കില്ല. മനുഷ്യനോടുള്ള വിളി അത് അള്ളാഹു അനുവദിച്ച സബബാണ്. ആ സബബിനെ നമ്മൾ ഉപയോഗിക്കുന്നു, അതും ആവശ്യത്തിന് മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യനെ നമുക്ക് ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവക്കുൽ പഠിപ്പിച്ചു സഹാബാക്കളെ, അള്ളാഹിനെ പഠിപ്പിച്ചു സഹാബാക്കളെ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ചാട്ടവയറ് നിലത്ത് വീണാൽ അതിനുശേഷം സഹാബാക്കള് ഒന്നത് എടുത്തേന്ന് പറയില്ല, അവരിറങ്ങിയിട്ടെടുക്കും. നമുക്ക് രണ്ടാമതൊരാൾ ആവശ്യമില്ല. രണ്ടാമതൊരാളോട് നമുക്ക് കഴിയുന്ന ഒരു കാര്യം രണ്ടാമതൊരാളോട് നമ്മൾ ആവശ്യപ്പെടില്ല. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിട്ട് അതിലൊരു വിഭാഗം ആളുകൾ ആരാണ്? വലാ യസ്തർഖൂൻ. അവര് റുഖിയ തേടൂല, എന്നൊന്ന് മന്ത്രിച്ചതാ എന്ന് പറയില്ല. ശരിക്കും മന്ത്രിക്കലും മന്ത്രിച്ചു കൊടുക്കലൊക്കെ അനുവദിച്ചതാണ്, അനുവാദമുള്ളതാണ്. ഒരാളെ മന്ത്രിച്ച് നമുക്ക് ഊതാം, മന്ത്രിച്ചു കൊടുക്കാം. പക്ഷെ സ്വർഗത്തിൽ ഹിസാബില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വലാ യസ്തർഖൂൻ. അവർ എന്നൊന്ന് മന്ത്രിച്ചു തരോ എന്ന് ചോദിക്കൂല. അവരാരോടെ പറയുള്ളൂ കാര്യം? അള്ളാഹിനോട്. വലാ യതതയ്യറൂൻ. അവർ രാശി നോക്കൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പൂർണ്ണമായിട്ടും അവർ അള്ളാഹുവിനെ വരവേൽപ്പിക്കുന്നവരായിരുന്നു. അതായത് ഏറ്റവും അഅ്ലാ ദറജ, ഏറ്റവും ആ തൗഹീദിന്റെ ടോപ്പ് ലെവൽ, അവിടേക്ക് നമ്മൾ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മുവഹിദായി ജീവിക്കാനും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല മുവഹിദീങ്ങളായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, സഹാബാക്കളുടെ കൂട്ടത്തിൽ, സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എഴുന്നേൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.